ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോൾ കാണുന്ന അപ്പോൾ റെസണേറ്റ് ആവും. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന ആൾ നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റിന് ശേഷം റിയൂണിയൻ ആയ ആളായിരിക്കാം, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ്. നോ കോണ്ടാക്റ്റ് കഴിഞ്ഞാൽ ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം. നോ കോണ്ടാക്റ്റ് ആയവരും ഇത് കാണുന്നവരുണ്ടാവും. അപ്പം എന്തായാലും ലെസ് കോണ്ടാക്റ്റിലുള്ളവരോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെ വൈഡായിട്ട് സംസാരിക്കാൻ പോകുന്നു. തുറന്നവർ സംസാരിക്കാൻ റെഡിയാണ്. കാരണം അവർ അവർ നിങ്ങളുമായിട്ട് അകന്നിരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും സ്ട്രഗിൾസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നിങ്ങളുമായിട്ട് അകന്നുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അത് തുറന്ന് അവർക്ക് നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന് പകരം അവർ ലെസ് കോണ്ടാക്റ്റ് കാണിക്കുക, ദേഷ്യപ്പെടുക, അതായത് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഫുൾ ടൈം അടി നടത്തുക, ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡേ ബൈ ഡേ കഴിയും തോറും അവർ മാറ്റങ്ങൾ വരുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് അവരനുഭവിച്ച ഫീലിങ്സ് തുറന്നു പറയാൻ തയ്യാറാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൽ കുറച്ച് പേർക്കെങ്കിലും അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. അവരാ സെപ്പറേഷൻ പീരീഡിൽ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിൽ കുറേയധികം പേരെങ്കിലും നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതല്ലാത്തവർ എത്രയും വേഗം നിങ്ങളോട് തുറന്നു പറയും. കാരണം അത് തുറന്നു പറയാനുള്ള ചിന്തയിലാണ് അവർ. ഇപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ പോലും മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മുഴുവനായിട്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ടുള്ള ഒരു ലവ് ലൈഫിലുള്ള ഫസ്റ്റ് സിറ്റുവേഷൻ ആയിരിക്കും ഇതുപോലെ അവരെല്ലാം ഓപ്പണായിട്ട് നിങ്ങളോട് പറയുക, ഈഗോ ഇല്ലാതെ. പലർക്കും ഈഗോ ഉള്ളത് കൊണ്ട് തന്നെ അവർ പറയാറില്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ അവർ കഴിഞ്ഞു. അതിനൊരു സാഹചര്യം, നിങ്ങളുടെ കോൺവെർസേഷനിടയ്ക്ക് അതിനൊരു സാഹചര്യം അവരായിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളോട് പറയും. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ പറഞ്ഞിട്ടുള്ളവരും കാണുന്നുണ്ട്, അവർക്കറിയാം അവരെങ്ങനെയാണ് അത് പറഞ്ഞതെന്ന്. അവരായിട്ടൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരു ചെറിയ വഴക്കുണ്ടാക്കിയൊക്കെ ആയിരിക്കും. അതിലൂടെ ആയിരിക്കും അവർ എത്രമാത്രം സ്ട്രെസ്സും സ്ട്രെയിനുമാണ് നിങ്ങളില്ലാത്ത സമയത്ത് അനുഭവിച്ചതെന്ന് അവർ പറയുന്നുണ്ട്. കാരണം അവർ ശരിക്കും ഒറ്റപ്പെട്ട് നിന്നു. പക്ഷെ അവരുടെ ചുറ്റുപാടുമുള്ള തേർഡ് പാർട്ടീസും അതുപോലെ ഫ്രണ്ട്സോ ഫാമിലിയോ അങ്ങനെയുള്ളവരൊക്കെ അവരോട് നല്ല ആറ്റിറ്റ്യൂഡിലായിരുന്നെങ്കിൽ പോലും ആ സിറ്റുവേഷനിൽ അവർ അനുഭവിച്ച ഒരു ലോൺലെസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം അവർക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ ആർക്കാണ് അവരോട് സ്നേഹം. മറ്റുള്ളവർക്ക് എല്ലാവർക്കും സ്നേഹമുണ്ടെങ്കിലും നിങ്ങളെപ്പോലെ അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു സ്നേഹത്തിന് ആരും തയ്യാറല്ല. അപ്പോൾ ശരിക്കും നിങ്ങളാണ് ജെന്യുവിൻ എന്ന് അവർക്ക് മനസ്സിലായി. അതാണ് അവർ നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ പാർട്ട്ണർക്ക് കുറേ ഐഡിയാസ് ഉണ്ട്. അവർ ശരിക്കും മണി മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ അങ്ങനെ മണി മൈൻഡഡ് ആണെങ്കിൽ നിങ്ങളോട് തുറന്നു പറയാൻ ഒരുപാട് സർപ്രൈസുകൾ അവർ ഒളിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പുതിയ വാഹനം വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ പുതിയൊരു വീട് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കണ്ടുവച്ചിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ അവർ റെഡി ആയിട്ടിരിക്കുകയാണ്. അവരവരുടെ ഫിനാൻഷ്യലി ഗ്രോത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെയും കൂടി ക്ലബ് ചെയ്യിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് അവരുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാത്തവരാണെങ്കിൽ പങ്കുവയ്ക്കാൻ റെഡി ആയിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പേരെങ്കിലും അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ആ ഐഡിയാസൊക്കെ. അതുപോലെ നിങ്ങൾക്കിടയിൽ ഒരു സുരക്ഷിതത്വമൊക്കെ ഇനി ഫീൽ ചെയ്യും. കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കെയറിങ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് നിങ്ങൾക്ക് കെയറിങ് കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ നിങ്ങൾ വഴക്കിട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ ആ കെയറിങ് ഒക്കെ നിങ്ങൾക്ക് തരണമെന്നാണ് അവരിപ്പോൾ ആലോചിക്കുന്നത്. കാരണം അവരാർക്ക് വേണ്ടിയാണോ നിങ്ങൾക്ക് കെയറിങ് നിഷേധിച്ചു പോയത്, അവരൊന്നും ഇപ്പോൾ അവരുടെ കൂടെ ഇല്ല. അപ്പോൾ അവർ ആ ഒരു സമയത്തേക്ക് ആ ഒരു ടൈമിന് കുറ്റബോധം, അവരുടെ മനസ്സിൽ അതിനെക്കുറിച്ച് കുറച്ച് വലിയ കുറ്റബോധങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്കായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് അവർ തീരുമാനിച്ചു. പക്ഷെ അത് നിങ്ങളോട് പറയാനുള്ള അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ലായിരുന്നു ഇത്രയും നാളും. പക്ഷെ ഇപ്പോൾ അത് നിങ്ങളോട് തുറന്നു പറയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കിടയിലുള്ള ലൈഫ് സ്മൂത്തായി പോകത്തുള്ളൂ. ശരിക്കും ഇത്രയും നാൾ നിങ്ങളില്ലാതിരുന്ന സമയത്ത് അവർക്ക് നിങ്ങളുമായിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര ഹാപ്പിനെസ്സാന്നൊക്കെ പറഞ്ഞാലും ആ ഒരു സമയത്ത് നിങ്ങളില്ലാതിരുന്ന സമയത്ത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്തെന്ന് അവർ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞ് ലെസ് കോണ്ടാക്റ്റ് ആയ സമയത്ത് നിങ്ങളുമായിട്ട് മിണ്ടി തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് അവർ ഹാപ്പിനെസ് എന്നറിയുന്നത്. പക്ഷേ ആ മിണ്ടുന്ന സമയത്ത് മിണ്ടി തുടങ്ങിയിട്ടും ഒരുപാട് പേര് വഴക്കുണ്ടാക്കുന്നെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർക്കുക, അവർ അത്രയും നാൾ നിങ്ങളുമായിട്ട് പിണങ്ങിയിരുന്ന സമയത്ത് അവരനുഭവിച്ച സങ്കടം
സങ്കടമാണ്, അല്ലെങ്കിൽ ആ ഒരു നിരാശയും ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാമാണ് നിങ്ങളിലേക്ക് ദേഷ്യമായിട്ട് വരുന്നത്. അത് മഴ പോലെ പെയ്ത് നിങ്ങളിലേക്ക് സംസാരിച്ച് തീരാതെ അവർക്കത് മാറില്ല. ഇപ്പോൾ കുറേ പേർക്കെങ്കിലും അങ്ങനെ സംസാരം നടന്നിട്ടുണ്ടാവും. കുറച്ച് പേർക്ക് അത് വളരെ വേഗം ഉണ്ടാവും. പിന്നെ നോ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരും ഇത് കാണുന്നവരുണ്ട്. നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ ന്യൂ മൂൺ കഴിഞ്ഞ് സോളാർ എക്ലിപ്സ് കഴിഞ്ഞിട്ടുള്ള എനർജി ചേഞ്ചസിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉടൻ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് കയറി മിണ്ടാൻ ചെല്ലേണ്ട, അവരിങ്ങോട്ട് തന്നെ വന്നോളും. കാരണം അവർ നിങ്ങളെന്നൊരു ചിന്തയിലാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാൻ അവർ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ അവരായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു അവസരം വേണ്ട, നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അവസരത്തിൽ അവർ വന്ന് നിങ്ങളോട് മിണ്ടാന്നാണ് അവർ വിചാരിക്കുന്നത്. അത് വേണ്ട, അവരെന്തായാലും നിങ്ങളടുത്ത് വന്ന് സംസാരിക്കും. അവർ അതുപോലെ തന്നെ ഒരു റീബർത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഡബിൾ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഒരു റീബർത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു അഡിക്ഷൻ, ഇതൊക്കെ അവർക്കുണ്ട്. അവർ എന്താ പറയുക, നിങ്ങളുമായിട്ടുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഭാവനയിൽ കാണുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു വലിയൊരു റൊമാൻസൊക്കെയാണ് അവർ കാണുന്നത് ഭൂരിഭാഗം പേരും. എന്താ പറയുക, നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ശരിക്കും ഒരു പുതിയ ജന്മമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇത് കാണുന്നവർക്ക് ശരിക്കും ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. കാരണം കഴിഞ്ഞ അത്രയും ഭാവവും അവർ നിങ്ങളോട് സംസാരിക്കുന്നതിലും എല്ലാത്തിലും കുറേ ഗ്യാപ്പിട്ട് സംസാരം കുറയ്ക്കുക, നിങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള കെയറിങ് തരാതിരിക്കുക, നിങ്ങളെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക, അങ്ങനെ. എന്നാൽ നിങ്ങളോട് ഇഷ്ടമാണ്, നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ആദ്യം നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളെ മൈൻഡിനകത്തൊക്കെ സ്റ്റേജ് വന്ന് നിങ്ങൾ അഡിക്ഷനായി നിങ്ങൾ പുറകെ ചെന്ന് ബെഗ്ഗിയ ആ ഒരു അവസ്ഥയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ശരിക്കും അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ബാലൻസിങ് സിറ്റുവേഷനിലേക്കായിരിക്കാം ഈ ഉടക്കിന് ശേഷം പോകാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ ബാലൻസിങ് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരും ഇതിലുണ്ടാവും. കാരണം നിങ്ങൾ എന്ത് പറഞ്ഞാലും അവരത് അംഗീകരിക്കാൻ റെഡിയാണ്. കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ പെയിൻ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മനസ്സിൽ നിങ്ങൾ എന്ത് പറയുന്നു അവർ അംഗീകരിക്കും. കാരണം നിങ്ങളെ ഇനി നഷ്ടപ്പെടാൻ അവർ തയ്യാറല്ല. കാരണം അവർ അത്രയ്ക്കധികം ഒറ്റപ്പെട്ട ഒരു ഫീലിങ്സ് അവരുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഡിമാൻഡ്സ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ഡിമാൻഡ് വയ്ക്കാനൊന്നും പോകണ്ട. റിലേഷൻ സ്മൂത്തായിട്ട് ബാലൻസിൽ കൊണ്ടുപോവുക. അതുപോലെ നിങ്ങൾ ആയിട്ടിരുന്ന സമയത്ത് ഒരുപാട് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്, പല കാര്യങ്ങളിലും വിയോജിപ്പ്. ഇപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ എതിർത്താൽ അത് എന്തിനെതിർത്തു എന്നല്ല, അതിൻ്റെ അപ്പുറം അയാൾ പറയും, അതുപോലെ അല്ല അവർ പറയും. അതുപോലെ മത്സരങ്ങൾ, പല കാര്യങ്ങളിലും നിങ്ങൾ പ്രത്യക്ഷത്തിലും പരസ്യത്തിലും മനസ്സുകൊണ്ട് പോലും ദൈവത്തോട് പോലും ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അയാൾക്ക് സാധിക്കല്ലേ, അവൾക്കത് സാധിക്കല്ലേ എന്നൊക്കെ. അതിനെക്കുറിച്ചുള്ള ടെൻഷൻസ്, അതിനെക്കുറിച്ചുള്ള എന്താ പറയുക, നമുക്കൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഇനി അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ വരില്ല, അല്ലെങ്കിൽ അതെന്താണ് വന്നു പോയതെന്ന് അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം. എന്നുവെച്ചാൽ അല്ലെങ്കിൽ ആ പേഴ്സൺ എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ, ഞാൻ മൂലമാണോ അത്രയും പ്രശ്നം ഉണ്ടായത്, അപ്പം ഞാൻ ഇനി അത് ഉണ്ടാക്കാൻ പാടില്ല, എൻ്റെ ലൈഫ് സ്മൂത്തായിട്ട് പോകണം, എനിക്ക് എന്തായാലും ഈ ആളില്ലാതെ അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അവർക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവരെ പുതിയ തുടക്കങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ അവർ കാത്തിരിക്കുകയാണ്. പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവർ കാത്തിരിക്കും. പിന്നെ നിങ്ങൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്ന കുറേ ശീലങ്ങളുണ്ടാവും, ഫ്ലേട്ടിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും നിങ്ങളുടെ പേഴ്സൺസ്. അവരതൊക്കെ ഏകദേശം ഒന്ന് കുറച്ച് നിയന്ത്രിച്ച് അവർ കൊണ്ടുവരികയാണ്. കാരണം അതിലല്ല സത്യം, അല്ലെങ്കിൽ ജെനുവിനിറ്റി ഇതിലാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കുറേ പേരെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ ഇത് നിങ്ങൾക്കത് ബോധ്യപ്പെട്ട ആൾക്കാരും ഉണ്ടാകും. അവരുടെ ഫ്ലേട്ടിങ് എനർജിയൊക്കെ അവർ കുറച്ച് കൊണ്ടുവരുവാണ്. പിന്നെ നിങ്ങളോട് പല കാര്യങ്ങളും അവർക്ക് തുറന്നു പറയാനുണ്ട്. കാരണം ഒരു ബാലൻസിങ്ങിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ ലൈഫിൽ നടന്ന കുറേ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷോക്കാകുന്ന, അല്ല വഴക്കിടാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും. പക്ഷേ ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ധൈര്യം സംഭരിച്ചു വരികയാണ്. അപ്പം കുറേ പേരെങ്കിലും അവർ പിണങ്ങിയിരുന്ന സമയത്തുള്ള കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിൽ പോലും അതിന് മുമ്പുള്ള, കാരണം ഇനി നിങ്ങളോടൊരു രഹസ്യവും മറച്ചു വെക്കരുതെന്നാണ് ഇതിൽ കുറേ പേരെങ്കിലും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് അനുനയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതോടൊപ്പം നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് മനസ്സുകൊണ്ട് അവർ മാപ്പ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും അവർക്ക് നിങ്ങളിലുള്ള സ്വാധീനം എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കാരണം നിങ്ങളിപ്പോൾ വയ്യാണ്ട് കിടന്നാൽ അവരുടെ ഒരു സൗണ്ട് കേട്ടാൽ എഴുന്നേറ്റ് വരും എന്നൊരു ബോധമൊക്കെ അവർക്കുണ്ട്. ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നാണ് നടിച്ചിരുന്നത്. പക്ഷേ അതൊക്കെ തിരുത്തണം, നിങ്ങളാണ് അവരുടെ എല്ലാം.
എന്ന് അവർക്കും ബോധ്യപ്പെടണം. അവരാണ് നിങ്ങളുടെ എല്ലാം എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളോ അല്ലെങ്കിൽ ചോയ്സസോ നിങ്ങൾക്കുണ്ടാകാം. പക്ഷെ നിങ്ങളത് പോയിട്ടില്ലാതെ അവരെ മാത്രം വിചാരിക്കുന്ന കാര്യം അവർക്കറിയാം. പക്ഷെ അത് ഇത്രയും നേരം അവർ മൈൻഡ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് അതിൽ ടെൻഷനുണ്ട്. നിങ്ങളൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം തിരിച്ചു ചെന്നു. പക്ഷേ ആ അവസരങ്ങൾ ചോയ്സസിനെ കുറിച്ചൊക്കെ നിങ്ങളോട് കൂടുതലായിട്ട് അവർ തിരക്കാൻ ശ്രമിക്കും. കാരണം നിങ്ങൾ അങ്ങനെ കൈവിട്ട് പോകുമോ എന്നൊരു ടെൻഷനൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലും നിങ്ങളെ ഇങ്ങനെ ചേർത്ത് വലിച്ചു പിടിക്കുന്ന തരത്തിലുള്ളൊരു പെരുമാറ്റമായിരിക്കും അവരെ നിങ്ങളോട് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതൊന്ന് അവർ കേൾക്കും. ആഗ്രഹങ്ങളൊക്കെ തമാശയായിട്ട് പോകും. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ നാണം കെട്ട് പിന്നെ പറയാതെയൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതെങ്കിലും കൊണ്ട് ഗിഫ്റ്റൊക്കെ മേടിച്ചു തരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അവർ തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ. ചില പേഴ്സൺസൊക്കെ വന്നിട്ട് അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും അവരുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു അഫെക്ഷൻ അല്ലെ കണക്ഷൻ ഉണ്ട് എന്നൊക്കെ. അങ്ങനെ കുറേ ഇല്യൂഷൻസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതെല്ലാം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ തരത്തിലുള്ള പ്രൂഫുകൾ അവർ ശേഖരിക്കുന്നുണ്ട്. ആ പ്രൂഫുകൾ നിങ്ങളെ കാണിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഒരു ബാലൻസിങ് എനർജി വേണം. ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.